കേട്ടാലും കേട്ടാലും മതിവരാത്ത മെലഡികളുടെ രാജകുമാരൻ ജെറി അമൽദേവ് 86-ാം വയസ്സിലേക്ക് കടന്നിരിക്കുന്നു. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടിലേറെയായി അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഈസ്റ്റർ ദിനത്തിൽ ജെറി അമൽദേവ് നമുക്കൊപ്പം ചേരുകയാണ്. മാഷെ, സംഗീതം ചെയ്തതിൽ ഇഷ്ടമുള്ള ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ട് തുടങ്ങാം. എനിക്ക് 3 പെൺമക്കളുണ്ട്. അതിൽ ആരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അതൊരു പ്രശ്നമാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേക്ക് എങ്ങനെ വന്നു? എൻ്റെ അളിയൻ ഒരു ജോസഫ്, MX ജോസഫ് എന്ന് പറഞ്ഞ അദ്ദേഹം ഈ നമ്മുടെ NPOL നാഷണൽ ഫിസിയോളജിക്കൽ ഓഷ്യനോഗ്രാഫിക് എന്ന് പറഞ്ഞൊരു ലാബുണ്ട്. അതിലൊരു സയൻറ്റിസ്റ്റായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു അങ്കിൾ നവോദയ അപ്പച്ചൻ്റെ കാര്യസ്ഥനാണ്, നമുക്ക് അദ്ദേഹം വഴിയൊന്ന് ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ അപ്പച്ചനെ കണ്ടു. അപ്പച്ചൻ പറഞ്ഞു, ഇവിടെ പിള്ളേരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ജെറിക്ക് ഇവരോടുകൂടി സഹകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു കൈ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫാസിലിൻ്റെയും ജിജോയുടെയും സിബി മനേലിൻ്റെയും മധുമുട്ടത്തിൻ്റെയും മറ്റൊരുപാട് നല്ല മോഡേൺ തിങ്കിങ് ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ഞാൻ ചെന്ന് അങ്ങനെയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേക്ക്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ സംഗീതത്തിൻ്റെ പിറവി എങ്ങനെയാണ്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഫാസിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കഥയിൽ ഒരു ചെറുപ്പക്കാരനൊരു ജീപ്പ് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പുറകിൽ നിന്നൊരു പെൺകുട്ടി അദ്ദേഹത്തെ വിളിക്കുന്നത് പോലെ ഒരു പ്രതീതി ഉണർത്തുന്ന ഒരു ട്യൂൺ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനത്തെ വിളിയാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ജിജോ നവോദയപ്പച്ചൻ്റെ മൂത്ത മകൻ പറഞ്ഞു, മുക്കുറ്റിപ്പൂവേ അങ്ങനെ ഒരു വിളി വിളിച്ചാൽ കൊള്ളാം. ആ, മുക്കുറ്റിപ്പൂവേ എന്ന് വിളിക്കാൻ നമുക്കൊരു പ്രശ്നമില്ല. മുക്കുറ്റിപ്പൂവേ എൻ മുക്കുറ്റിപ്പൂവേ എന്ന് ഞാൻ പാടിയപ്പോൾ ബിച്ചു പറഞ്ഞു, മുക്കുറ്റിപ്പൂവൊന്നും നമുക്ക് വേണ്ട, ഇവിടെ നമുക്ക് കഥയിലേക്ക് വരണം. അതുകൊണ്ട് മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താനിരുന്നലിഞ്ഞാടിയിടുന്നൊരു സുമംഗലി കുരുവി. അതാണ് കഥയുടെ മർമ്മമായ ഭാഗം. ഒരു ഹിന്ദിപ്പാട്ടിൻ്റെ ഈണമാണ് ഫാസിൽ ആദ്യം നിർദ്ദേശിച്ചത് എന്ന് കേട്ടിട്ടുണ്ട്. അത് ഫാസിൽ എന്നോട് ആദ്യം ചോദിച്ചത്, ആപ്കി നസ്രോനെ സംജാ എന്ന് പറഞ്ഞ് മദൻ മോഹൻ ഒരു പാട്ടുണ്ട്, അറിയാമോ? ഞാൻ പറഞ്ഞു, യെസ്, ഞാൻ പണ്ട് ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള പാട്ടാണ്. അതുപോലെ ഒരു പാട്ടുണ്ടാക്കാം. ഞാൻ പറഞ്ഞത് അതിങ്ങനെയാണ്. ഒറിജിനൽ ട്യൂൺ ഇസ് ലൈക്ക് ദിസ്. ആപ്കി നസ്രോനെ സംജാ താനേ നാനേ ഇങ്ങനെയാണ് ഒറിജിനൽ. തൊണ്ടയൊന്നും ശരിക്കും വരുന്നില്ല. എന്നാലും അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കിനെ മറിച്ചിടാമെന്ന് പറഞ്ഞു. ആപ്കി നസ്രോനെ സംജാ താലേ. അതുകൊണ്ടപ്പോൾ ഫാദർ അങ്ങനെ പെട്ടെന്ന് ഇതൊക്കെ മറിച്ചിടാൻ പറ്റുമോ? ലിറിക്സ് കിട്ടിയാൽ വി ക്യാൻ ഡു എനിത്തിങ്. ഞാൻ പറഞ്ഞു അങ്ങനെ. പ്രധാനപ്പെട്ട മലയാളത്തിലെ ഒട്ടുമിക്ക ഗാനരചയിതാക്കളുടെയും ഗാനങ്ങൾക്ക് ഈണം പകർന്നിട്ടുണ്ട്. എങ്കിലും ബിച്ചു തിരുമലയുമായി ഉള്ളൊരു കോംബോ ഭയങ്കരമാണ്. അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ബിച്ചുവിന് എൻ്റെ പാട്ടിൻ്റെ ഈ ഏറെക്കുറച്ചിലുകളും ഓരോ വരികളുടെ എൻഡിങ്ങും ലിറിക്സും അതുപോലെ ഏറെക്കുറെ ആക്കിയിട്ട് എൻഡിങ്ങുകളെല്ലാം ഒരുപോലെ ആക്കുന്ന ഒരു കഴിവുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, കിളിയേ കിളിയേ നറുത്തേൻ മൊഴിയേ ശിശിരങ്ങളീ വഴിയേ, ഇത് ബിച്ചുവിൻ്റെ കഴിവാണ്. ഇപ്പം എൻ്റെ ട്യൂണിൻ്റെ അതൊന്നുമില്ല. തത്തത്തി 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 ഒന്നുമില്ല. പക്ഷേ കിളിയേ കിളിയേ നറുതേൻ മൊഴിയേ ശിശിരങ്ങളിയെ ഈ വഴിയെന്ന് പറയുമ്പോൾ പാട്ട് എങ്ങോട്ട് പോയി. നോക്കത്ത ദൂരത്ത് കണ്ണുനട്ട എന്ന സിനിമയിലെ 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്ന ഗാനം 1000 കാതുകൾ കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആ ഗാനത്തിൻ്റെ പിറവിയെക്കുറിച്ചുള്ള ഓർമ്മ എന്താണ്? യു ഡോണ്ട് ഹാവ് ടു ബി യേശുദാസ് ഓർ നമ്മുടെ ബാലസുബ്രഹ്മണ്യം ഒന്നും ആകേണ്ട ആവശ്യമില്ല. ആർക്കും മൂളാം. തനന തനന അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ബിച്ചു എഴുതി 1000. പക്ഷേ അതിൻ്റെ പുറകിലൊരു സ്റ്റോറിയുണ്ട്. ഫാസിൽ ബിച്ചുവിനെ എന്നും കൂടി ഈ ബ്രദേഴ്സ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് ഇവിടെ ആലപ്പുഴയിൽ. പോയിട്ടില്ല? ബ്രദേഴ്സ് ഹോട്ടലിൽ ഞങ്ങളെ കൊണ്ട് ഒരു മുറിയിലിരുത്തി. എന്നിട്ട് ഈ
അമ്മൂമ്മയുടെയും കൊച്ചുമകളുടെയും കഥ കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞ് അമ്മൂമ്മേനെ കാത്തിരിക്കുക. അപ്പോൾ അതിന് പറ്റിയൊരു കാത്തിരിപ്പിൻ്റെ പാട്ട് വേണം. അതൊരു വശം. പിന്നെ ഈ കാത്തിരിപ്പിൻ്റെ പാട്ട് ഈ കൊച്ചുമകൾ മരിക്കുമ്പോൾ വളരെ സാഡായിട്ടും വേണം. ഇതും പോരാതെ ഈ പാട്ട് ആര് കേട്ടാലും അവരുടെ ജീവിതത്തിലൊരു നോസ്റ്റാൾജിയ ഉളവാക്കുന്ന പോലെ വേണം. പറഞ്ഞിട്ട് ആശാൻ സിഗരറ്റും വലിയ പോയി പുറത്തേക്ക്. ഞാനും ബിച്ചുവും കൂടി ഇങ്ങനെ വിഴുങ്ങസ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക രണ്ടുപേരും. എന്ത് ചെയ്യും? ബിച്ചു എന്നോട് ചോദിച്ചു, ഈ നോസ്റ്റാൾജിയ രാഗമുണ്ടോ? ഞാൻ പറഞ്ഞു അങ്ങനെ രാഗമൊന്നുമില്ല. അപ്പോൾ ബിച്ചു വശക്കേട്ടിന് ആ മേശപ്പുറത്ത് ഒരു തടിയൻ പുസ്തകം ഇരിക്കുന്നു. അവിടെ കൈമുട്ടി നോക്കിയപ്പോൾ എന്താ, ചങ്ങമ്പുഴയുടെ കൃതികൾ. ആ റൂമിൽ ആ പുസ്തകം വരേണ്ട ഒരു കാര്യമില്ല. ബിക്കോസ് കഴിഞ്ഞ രാത്രിയിലെ മദ്യത്തിൻ്റെയും സിഗരറ്റിൻ്റെ വലിയുടെയും മണം മാത്രമേ ആ മുറിയിലുണ്ടായിരുന്നു. ഏതായാലും ബിച്ചു ആ പുസ്തകം തുറന്നു നോക്കി. അപ്പോൾ കാണുന്നടാ ചങ്ങമ്പുഴയുടെ പാട്ടുകൾ. ഓഹോ, കവിത വേറെ പാട്ട് വേറെ. ഇതിൻ്റെ അകത്ത് വല്ല നൊസ്റ്റാൾജി ഒരു പക്ഷേ കണ്ടിരിക്കും. എന്നിട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഒരു പാട്ടിൻ്റെ ആരംഭം ഇങ്ങനെയാണ്: ശ്യാമളെ ശ്യാമളെ സംതിങ് സംതിങ് ശ്യാമളെ. എനിക്കിപ്പോൾ അത് ഓർമ്മയിൽ ഇന്നെടുക്കുന്നത്. ബിച്ചു പറഞ്ഞു, ഇവിടെ ശ്യാമളയുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ എന്തോ ഒരു നോസ്റ്റാൾജി ഉണ്ടല്ലോ, നമുക്കിതിൻ്റെ പുറകെ അങ്ങ് പോയാലോ. എന്നിട്ട് ബിച്ചു തന്നെ എനിക്കൊന്ന് മൂളി തന്നു, ശ്യാമളേ ശ്യാമളേ. അപ്പോൾ ഞാനത് ഏറ്റു മൂളി ശ്യാമളേ. അപ്പോൾ ബിച്ചു വേണ്ട വേണ്ട, ശ്യാമളയൊന്നും ഇവിടെ ആവശ്യമില്ല, നമുക്ക് വേണ്ടത് നമ്മുടെ കഥയാണ്. അമ്മമ്മ ഇങ്ങനെ കാത്തിരിക്കുക. ആയിരം കണ്ണോമ, ഇങ്ങനെയാണ് ആ പാട്ട്. പിന്നെ ഇതിൻ്റെ പുറകിൽ വേറൊരു വലിയ രഹസ്യമുണ്ട്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് തക്ക തക്ക തിമ്മി തക്ക തക്ക തിമ്മി എന്ന് പറയുന്ന ഒരു താളത്തിലാണ്. ഈ താളം എല്ലാ മലയാളിയുടെ മനസ്സിൻ്റെ അടിത്തട്ടി കിടക്കുന്നതാണ്. ഉദാഹരണത്തിന്, ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ എന്ന് പറയുന്ന ഒരു വൃത്തമുണ്ട്. ആര്? AR രാജരാജവർമ്മ എന്ന് പറയുന്ന വൃത്തമഞ്ജരി എഴുതിയ ആളില്ലേ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഞാൻ കണ്ടു ഇത്. ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ, അങ്ങനത്തെ ഒരു വൃത്തം. ആ വൃത്തത്തിലാണ് നമ്മുടെ ചങ്ങമ്പുഴ ഇരിക്കുന്നത്. അതിൽ നിന്ന് ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങോട്ട് ആയിരം കണ്ണിൽ. കൈതപ്രം ആദ്യം എന്നൊന്നും കണ്ണേട്ടന് വേണ്ടി എഴുതിയ വരികൾ, അത് ദേവദുന്ദുഭിയൊക്കെ അത്രയും ഇഷ്ടമുള്ളതാണല്ലോ നമുക്ക്. അതെ അതെ. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ടെന്നുള്ളത് കംപ്ലീറ്റ് ക്രിസ്ത്യാനികളുടെ ബാക്ക്ഗ്രൗണ്ടാണ്. അച്ഛനുണ്ട്, പള്ളിയുണ്ട്, മണിയടിക്കുന്നു, കുർബാനയ്ക്ക് പോകുന്നു, അമ്മമ്മ ഇങ്ങനെ ഞൊറിയൊക്കെ കൊടുത്ത് പോകുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പാട്ടൊക്കെ കറക്റ്റായിട്ട് വന്നു. ഇനി അടുത്ത കഥ നായന്മാരുടെ കഥയാണ്. അപ്പോൾ അതുമായിട്ട് ഒരു ബന്ധം പാടില്ല. പിന്നെ ഫാസിന് ബന്ധം വരുത്താതിരിക്കുന്ന ഒറ്റ വിദ്യയുള്ളൂ, രാഗാധിഷ്ഠിതമായിട്ട് ട്യൂണിട്ടാൽ അതുമായിട്ടൊന്നും തോന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഈ ദേവദുന്ദുബി എന്നുള്ള പാട്ടിൻ്റെ സിറ്റുവേഷൻ വന്നു. അത് ആദ്യം ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ചെറുപ്പക്കാരൻ അവിടെയുള്ള കുട്ടികളേക്ക് ഒരു നാടകം കളിപ്പിക്കാനായിട്ട് ഒരു പാട്ടുണ്ടാക്കി അവൻ തന്നെ അവരെ പഠിപ്പിച്ച് എന്തൊക്കെ ചെയ്യുന്നു. പക്ഷേ ആ പാട്ട് കുറച്ച് കഥയുടെ മർമ്മഭാഗത്തെത്തുമ്പോൾ ഒരു സീരിയസ് സാഡ് സോങ് ആയിട്ട് മാറണം എന്നുകൂടി ഫാസിൽ പറഞ്ഞു. അങ്ങനെയാണ് ആ പാട്ട് ഉണ്ടായത്. അപ്പോൾ ഞാൻ ഈ പാട്ടിങ്ങനെ ട്യൂണ് ഇട്ടു. അതൊരു ഭീം പലാസി എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ രാഗത്തിലാണ്. നെ സ ഗ മ പ നി സ സ നി ധ പ മ പ ഗ മ സ രി സ എന്നുള്ള രാഗമാണ്. അപ്പോൾ ഞാനിങ്ങനെ ട്യൂൺ ഇട്ടു, ടാനേ നേ താനി നേ തന്ന ഇത് കേട്ടപ്പോൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം തുറന്ന വായ്ക്കടിക്കുകയാണ്. ദേവദുന്ദുഭി എന്നൊരു വാക്കിട്ടപ്പോഴുണ്ടല്ലോ, അനാനനേ എന്നുള്ള ആ സിമ്പിൾ ട്യൂൺ എങ്ങോട്ടും അങ്ങ് പൊങ്ങിപ്പോയി. നമ്മൾ ഓർക്കാത്ത ഒരു എന്താ പറയുന്ന ഒരു സാന്ദ്രമായ ഒരു ഭാവനയിലേക്കോ എന്താ ഒരു ഫീലിങ്ങിലേക്ക്.
അപ്പോൾ ദാറ്റ്സ് വാട്ട് ഹാപ്പൻ. അത് വെച്ച് നമ്മുടെ കൈതപ്പുറം താമസിന് ദേവദുന്ദുബി സാന്ദ്രലയം ദിവ്യ വിഭാത സോപാന രാഗലയം. ഐ മീൻ അൺബിലീവബിൾ ലിറിക്സ്. അപ്പോൾ ആ ട്യൂണും ഇതും കൂടി അങ്ങ് ഒറ്റപ്പോക്കാം. മറ്റ് പാട്ടുകളുടെ പിറവിക്ക് പിന്നിലും ഇത്തരം കഥകളൊക്കെ ഉണ്ടോ? ഉണ്ടല്ലോ. ഓരോ പാട്ടിനും അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് നമ്മൾ ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് നിന്നൊക്കെയാണ് വരിക. ഏതെങ്കിലും വേറൊരു പാട്ട് ഒരു തമാശ കഥ പറയുമ്പോൾ അപ്പോൾ അത് കിട്ടും. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടി ഞാനും എം ടി രാജേന്ദ്രനും കൂടി ഒരു ഹോട്ടലിൽ ഇരിക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസറും ഒരു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഡയറക്ടറും കൂടി വന്നിട്ട് പറയണം, സാറേ ഞങ്ങൾക്ക് ഇളയരാജയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു, ഇളയരാജ അവിടെ ഉണ്ടല്ലോ, നേരെ അങ്ങ് ചെന്നോളൂ, അദ്ദേഹം ഒന്നാം തരം പാട്ടുണ്ടാക്കി തരുന്നു. അത് ശരിയാണ് സാർ, പക്ഷേ അദ്ദേഹത്തിന് സമയമില്ല, പിന്നെ ഈസ് വെരി കോസ്റ്റ്ലി, അതുകൊണ്ട് ഞങ്ങളൊന്ന് സഹായിക്കണം. ഇത്രയും കേട്ടപ്പോൾ എനിക്കൊന്ന് ഇവർക്ക് എന്താ വേണ്ടത്? ഞാൻ ഉണ്ടാക്കുന്ന പാട്ടൊക്കെ ഓക്കെ ആണെങ്കിലും ഇവർക്ക് ഇതിൻ്റെ അകത്തൊരു ട്വിസ്റ്റ് വേണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് വേണ്ടത് ഇതിൻ്റെ അകത്ത് കുറച്ച് കട്ടപ്പെട്ട വേണം. അപ്പോൾ ഞാൻ ഒന്ന് മാറി ചിന്തിച്ചു, നോർമൽ സ്റ്റൈൽ വിട്ട് മാറി ചിന്തിച്ചിട്ട് തനനനം തം ദം ദം തം ദം ദം തം ദം ദം തക തക തം 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 ദം തം ദം ദം തിക തിക തിം താത്തേ താതാദി അങ്ങനെ. അപ്പോൾ അവിടെയല്ലേ ഇരിക്കുന്ന ആശാൻ, ആര്? എം ടി രാജേന്ദ്രൻ. അത്രയും പറഞ്ഞു. അപ്പോൾ ഞാൻ എം ടിയോട് പറഞ്ഞു, എം ടി എനിക്ക് ടക ടക തത്താത്ത തത്താത്ത ഇങ്ങനെ 3 വേണം. എം ടി ഒന്ന് നോക്കി, അന്നേ കേട്ടോളൂ എന്ന് പറഞ്ഞു. വാചാലം എൻ മൗനവും നിൻ മൗനവും തേനൂറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും വാചാലം വാചാലം. അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. കാട്ടുപോത്തിലെ പൂവല്ല പൂന്തളിരില്ല എന്ന ഗാനവും മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളിലൊന്നാണ്. അതിനെക്കുറിച്ചുള്ള ഓർമ്മ എന്തൊക്കെയാണ്? ഞാൻ ഇവിടെ എറണാകുളത്ത് സെയിൻറ്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ദീപ്തി എന്ന് പറഞ്ഞൊരു മാഗസിൻ മട്ടാഞ്ചേരിയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഹിന്ദി പാട്ടുകളുടെ ട്യൂണിൽ മലയാളം പാട്ടുകൾ കൃത്യമായിട്ട് എഴുതുന്ന ആളായിരുന്നു പി ഭാസ്കരൻ. ഇതാണ് എനിക്ക് ഭാസ്കരൻ മാഷിനെ പറ്റി ഇത്രയും അറിഞ്ഞുകൂടും. അദ്ദേഹത്തിൻ്റെ കവിതാ വൈഭവത്തെപ്പറ്റി ഒന്നും ഒരു ഗ്രാഹ്യമില്ലായിരുന്നു. പക്ഷേ ഉദാഹരണത്തിന് വതൻ കി രാഹ് മേ വതൻ കി നൗജവാൻ ഷഹീദ് ഹോ എന്നുള്ള ഹിന്ദി പാട്ടിൻ്റെ മലയാളം വേർഷൻ അതിമനോഹരമായിട്ട് വള്ളി പുള്ളി മാറാതെ അദ്ദേഹം അത് മലയാളത്തിലാക്കുമായിരുന്നു. അങ്ങനെ ഞാൻ മനസ്സിൽ പി ഭാസ്കരൻ എന്ന് പറഞ്ഞ ഒരാളെപ്പറ്റി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എനിവേ, ഈ CMI ഫാദേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? CMI ഫാദേഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഒറിജിനൽ ഹെഡ് ക്വാർട്ടേഴ്സ് കൂനമ്മാവിലാണെങ്കിലും അവരിപ്പോൾ കോട്ടയത്ത് മാന്നാനത്താണ്. അപ്പോൾ അവരുടെ ഒരു 150ാമത്തെ വാർഷികം, എനിക്ക് ഓർമ്മയില്ല 150 75 അറിഞ്ഞുകൂടാ. ആ വാർഷികത്തിന് അവിടുത്തെ ഒരു അച്ഛൻ, എൻ്റെ മ്യൂസിക്കൽ ഫ്രണ്ടായ ഫാദർ ജോസഫ് പാലക്കൽ പറഞ്ഞ് മാസ്റ്റർ വന്ന് അന്നത്തെ കുർബാനയുടെ പാട്ടുകളൊക്കെ ചിട്ടപ്പെടുത്തി ഞങ്ങളെ ട്രെയിൻ ചെയ്തിട്ട് ഞങ്ങളെ കൊണ്ട് പാടിക്കണമെന്ന്. അപ്പോൾ എന്നെ അങ്ങോട്ട് മാന്നാനത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞാനിവർക്ക് വേണ്ടി ഈ പാട്ടൊക്കെ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടടാ ഒരു ഫോൺ കോൾ. സാർ ഹലോ എന്ന് പറഞ്ഞു. ജെറിയാണോ എന്ന് ചോദിച്ചു. അതായത് എന്നെ ഭയങ്കര പരിചയമുള്ള പോലെ വിളിക്കുന്നത്. അതാണ് യെസ് മാസ്റ്റർജി. ആണോ ഇത് എങ്ങനെ പറഞ്ഞു, ഐ ആം പി ഭാസ്കരൻ, ഇത് ജെറിയാണോ? ഐ സെഡ് യെസ് സർ, ഞാൻ ജെറിയാണ്. ഒന്ന് ഇവിടം വരെ വരാമോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പള്ളിയിൽ അപ്പോൾ സൗകര്യമുള്ളപ്പോൾ വരാം. അങ്ങനെയാണ് ഞാനൊരു ഉച്ചയ്ക്ക് പരിചയം ചെയ്യാം. നാളെ അതിരാവിലെ 6 മണിക്ക് മാസ്റ്ററിൻ്റെ വീട്ടിൽ ഒരു മോട്ടോർ സൈക്കിളിൽ കയറി അങ്ങോട്ട് വരാം, എന്നൊരു അച്ഛൻ കൊണ്ടുവന്നാക്കും. വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് ഒരച്ഛൻ എന്നെ മോട്ടോർ സൈക്കിളിൽ കയറ്റി. പി ഭാസ്കരൻ മാസ്റ്ററാണ് താമസിച്ചിരുന്നത് CMS കോളേജിൻ്റെ അടുത്ത്. അന്ന് അദ്ദേഹം ഏതാണ് ദീപിക ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യാൻ. അപ്പോൾ അവിടെ ഞാൻ കയറി ചെല്ലുമ്പോൾ ഒരു ചെറിയ പൂന്തോട്ടമുണ്ട്. അങ്ങോട്ട് കയറി ചെന്നപ്പോൾ മാസ്റ്റർ ഒരു തോർത്തെടുത്തുണ്ട് പല്ല് തേക്കാൻ പോകുകയാണ്. കയറി വന്നല്ലോ നന്നായി, ഒരു മിനിറ്റെന്ന് പറഞ്ഞ് മടങ്ങിപ്പോയിട്ട് ഒരു പേപ്പർ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് തന്നു. ഒന്ന് നോക്കിക്കോളൂ, ഇതിൻ്റെ അകത്തൊരു പാട്ടുണ്ട്, ഈവൻ ടു ദ ബാത്റൂം ആവട്ടെ. അത് നോക്കിയപ്പോൾ ഉണ്ടടാ ഒരുപാട് വെട്ടും കുത്തുമൊക്കെയുണ്ട്. ഏറ്റവും മുകളിൽ എഴുതിയിരിക്കുന്ന അമ്മേ നാരായണ എന്നാണ്.
അതിൻ്റെ അടിയിലാണ് പൂവല്ല പൂന്തളിരല്ല മാനത്തെ മണിവില്ലല്ല. ഇത്രയും വായിച്ചപ്പോൾ എനിക്കിഷ്ടമാണ്. ല ല ലല്ല. ഞാൻ പറഞ്ഞു ഇത് കൊള്ളാം, എന്നോട് തന്നെ പറഞ്ഞു. അതിപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് തന്നെ മനസ്സിൽ പൂവല്ല പൂന്തളിരല്ല മാനത്തെ മണിവില്ലല്ല മണ്ണിലേക്ക് വരുന്നു ഇങ്ങനെ ട്യൂൺ ചെയ്യാം. അപ്പോൾ മാസ്റ്റർജി പല്ലൊക്കെ തേച്ച് ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാസ്റ്റർജി എനിക്കൊരു ട്യൂൺ കിട്ടിയിട്ടുണ്ട്, ഇത് മതിയോ എന്ന് ചോദിച്ചിട്ട് ഞാനിതങ്ങ് പാടി. ആ മാഷ് പറഞ്ഞു ഫ്രഷ് ആയിട്ടുണ്ട്, ഇത് ഞാൻ ഈ വഴിക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പൂവല്ല പൂന്തളിരല്ല ഉണ്ടാകുന്നത്. ഗുരുജി ഒരു വാക്കിലെ പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ എന്ന ഗാനം മാഷും ബിച്ചു സാറും തമ്മിലുള്ളൊരു അസാധ്യ കോമ്പിനേഷനാണ്. ആ പാട്ടിൻ്റെ ഓർമ്മ എന്തൊക്കെയാണ്? ഈ ഗുരുജി ഒരു വാക്ക് എന്നുള്ള സിനിമ എടുത്തത് ഒരു സർട്ടൻ മിസ്റ്റർ മേനോൻ ഫ്രം തൃപ്പൂണിത്തുറ, അദ്ദേഹത്തിൻ്റെ മകൻ നിഖിൽ മേനോൻ ഇപ്പോൾ ഒരു പടം എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് റാന്തൽ എന്നാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനെടുത്ത പടത്തിൽ എന്നെ മ്യൂസിക് ഡയറക്ടറാക്കാൻ നിശ്ചയിച്ചു. എന്നിട്ട് അതിൻ്റെ അകത്തൊരു പ്രേമഗാനം വേണം. അത് ഒരു ഫോക്ക് മ്യൂസിക് നാടോടിപ്പാട്ട് ശൈലിയിലായാൽ നന്നായിരിക്കുമെന്നൊരു ഹിൻറ്റും തന്നു. അപ്പോൾ ഞാൻ ബിച്ചുവിനോട് ചോദിച്ചു, ഞങ്ങൾ തനിച്ചിരിക്കുമ്പോൾ, ബിച്ചു നിങ്ങൾ ഈ തിരുമല സൈഡിലൊക്കെ വല്ല ഈ വയലുകളിൽ ഞാറ് നടുമ്പോഴൊക്കെ ആ ജോലിക്കാരൻ്റെ പാട്ടൊക്കെ പാടാറില്ലേ? ആ യെസ് യെസ് അവർ പാടുന്ന നല്ല പാട്ടുകളാണ്. അതുപോലത്തെ ഒരു ട്യൂൺ നമുക്ക് വേണമല്ലോ. ആ ബിച്ചു പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇത് ഇങ്ങനെ ഒരു സാധനം വേണമെങ്കിൽ നമുക്കൊരു കൈ നോക്കാമെന്ന് പറഞ്ഞിട്ട് താ തട്ട താ താതി തട്ട ദീതി എന്നെനിക്കൊരു തുടക്കം കുറിച്ച് തന്നു. എന്നിട്ട് അപ്പം തന്നെ ബിച്ചു എഴുതി, പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ ജെല്ലിക്കാടടിമുടിയുലയണ കുളിരല പോലെ കണ്ടില്ലേ കെന്നാരം പറയുന്നൊരാളെ അയ്യാ തന്നന തലവില പോലെ. അത്ര സിമ്പിളായിട്ട് അതിങ്ങ് വന്നു. പിന്നെ എൻ്റെ ഒരു തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ എലാബറേറ്റ് ചെയ്തു തന തിന്നന തന്നനോ തന തിന്നന തന്നനോ താനനന്നന നാനോ തന നന്നന തന്നനോ തനി നന്നന നന്നനോ താനനന്നന നാനോ അയ്യാരം പയ്യാരം മൊഴിമുട്ടണ കിന്നാരം ഹോയ് ഹോയ് അടിമുടി തളരണ പെണ്ണിൻ്റെ തനി തിരുമല ടൈപ്പ് ഒരു പാട്ട്. അതുപോലെ തന്നെ വളരെ മനോഹരമായ മറ്റൊരു ഗാനമാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയിലെ പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം. സത്യനന്ദിക്കാട് എന്നോട് പറഞ്ഞു, അതെ ഈ പത്മ തിയേറ്ററിൻ്റെ പടിഞ്ഞാറ് വശത്തെ ഒരു ചെറിയ ചായക്കടയുണ്ട്, നമുക്ക് അവിടെ പോയിരിക്കാം. തൃശ്ശൂരിൽ നിന്ന് ഒരു സ്കൂൾ ടീച്ചറാണ്, മുല്ലനേഴി എന്ന് പറയുന്ന ഒരു അദ്ദേഹമാണ് പാട്ട് എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാട്ട് വെസ്റ്റേൺ സ്റ്റൈലായിരിക്കണം. അപ്പം ഞാൻ നോക്കി മുല്ലനേഴി വെസ്റ്റേൺ സ്റ്റൈൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു. എനിക്കറിഞ്ഞൂടല്ലോ. അപ്പോൾ ഇവരൊക്കെ പേര് കേട്ടാൽ തന്നെ അറിയാം, അത് ഒരു നമ്പൂതിരി ടൈപ്പ് പേരാണ്. മുല്ലനേഴി ഇല്ലം എന്നൊക്കെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് ഞങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ച് തലേ ദിവസം പോയതാണ്. എവിടെ പോയി? തൃശ്ശൂർ പോയി. അന്വേഷിച്ചിട്ട് അമ്മയോട് ചോദിച്ചു, എവിടെ മിസ്റ്റർ മുല്ലനേഴി ഉണ്ടോ? ഇല്ല, അവൻ കാലത്ത് എഴുന്നേറ്റ് പോയിട്ട് പിന്നെ കണ്ടു. വൈഫിനോട് ചോദിച്ചു, എവിടെയായിരിക്കും? ഒരു പിടുത്തമില്ലെന്ന്. അപ്പം ഞങ്ങളിങ്ങനെ തപ്പിയും തടഞ്ഞും അദ്ദേഹം പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ പോയി. ഒരു ഇടിഞ്ഞു പൊളിഞ്ഞൊരു സ്കൂൾ, അതിൻ്റെ വേലി നേരെ നിൽക്കുന്നില്ല, ചാഞ്ഞ് കിടക്കുന്നു. അവിടെയൊക്കെ ഞങ്ങളകത്ത് കയറി ആളുകൾ ചോദിക്കും, മുല്ലനേഴി സാർ ഇവിടെ വല്ലോ? അയ്യോ, അദ്ദേഹം ഇവിടെ പോകുന്നു, എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. പത്മ തിയേറ്ററിൻ്റെ പുറകിലുള്ള ചായപ്പീടികയിൽ ഞാനിങ്ങനെ ഒരു ട്യൂൺ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു. അത് ഇങ്ങനായിട്ട് ഇരിക്കും ഇദ്ദേഹം വരാം. നോക്കിയപ്പോഴുണ്ടടാ, കംപ്ലീറ്റ് കഷണ്ടി, മുഷിഞ്ഞ ഉടുപ്പ്, തോളിലൊരു സഞ്ചി, കാലയിൽ ചെരിപ്പിട്ടുണ്ട് ഒരാൾ നടന്നു വരുന്നു. കണ്ടാലും നമുക്ക് ഇദ്ദേഹം വല്ലതും ചെയ്യുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. ഞാൻ വിചാരിച്ച ഭഗവാന്, ഞാനുണ്ടാക്കിയ ട്യൂൺ ഇദ്ദേഹം എന്ത് ചെയ്യും? ഞാനുണ്ടാക്കിയിരിക്കുന്ന ട്യൂൺ എങ്ങനെയാണ്?
തതതതതതതീത താതതീത തതതതതതതതീത. ഇത് റോക്ക് ആൻഡ് റോൾ. ഝും ചക്ക ഝും ചക്ക ഝും ചക്ക ഝും ഝം ഝം ചക്ക. ഈ ബാങ്കിലാണ് തതതതതതീത താതതീരിതും തതതതതതീരതീരിതിരിരി താതതീ തതതീ താനനീന തീനനീന താനനീന. ഇതാണ് പല്ലവി. ഇത് ഞാൻ പാടി. ഒന്നും കൂടി പാടാമോ? ഓ ഒന്നും കൂടി പാടും. അദ്ദേഹം പറഞ്ഞു, അന്ന് എഴുതിക്കോളൂ. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം. ആരൊക്കെ കണ്ണുനീര് വന്നു സാർ. ഞാൻ ചിന്തിച്ച ആളെ അല്ല ഇത്. മഹാഭയങ്കരനാണ്. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. ഒരു കറക്ഷൻ്റെ ഒരു ആവശ്യമില്ല. ആശയപരമായിട്ട് ഒരു പ്രശ്നമില്ല. അവിടെ സത്യനന്ദിക്കാട് അവിടെ ഇരിക്കുകയാണ്. ഈസ് ഇറ്റ് ലൈക്ക് ദിസ്. സോ ദാറ്റ് ദ വേ ഇറ്റ് വാസ് സ്ട്രോങ്. സോ ഇവിടെ അമാനുഷരുള്ള നാടാണ് കേരളം. അമാനുഷ എന്ന് വെച്ചാൽ ഈ സാഹിത്യം, വൃത്തം, പാട്ട്, കവിത, ഇതെന്നൊക്കെ പറഞ്ഞാൽ കളിയും ചിരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊരു ഭയങ്കര പ്രതിഭാസമാണ്. നമുക്ക് ഇതിൻ്റെ വാല്യൂ അറിഞ്ഞുകൂടാ. ഇപ്പോൾ എനിക്കുള്ള സങ്കടം ഇതാണ്. ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേർ അമേരിക്കയിൽ നിന്ന് എന്തെങ്കിലും കുറേ ഗിറ്റാർ പിടിച്ച് വാങ്ങിച്ചു കടുകുടുകുടുന്ന് വായിച്ചിട്ട് ഇതാണ് ലേറ്റസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരിയും സങ്കടവും ഒപ്പമായിരുന്നു. കാരണം ഇവിടെ ഇത് കഴിഞ്ഞ ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾ കൊണ്ട് ഇത്ര മനോഹരമായ ഒരു നിധി ഉണ്ടാക്കി വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒന്നിൽ ഇതൊക്കെ പഴഞ്ചനാണെന്ന് പറഞ്ഞത്. വെറുതെ കഴമ്പില്ലാത്ത അവിടെ കഞ്ചാവ് അടിച്ചിട്ട് തുള്ളിച്ചാടുന്ന ആളുണ്ടാക്കുന്ന പാട്ടാണെന്നൊക്കെ ആ പാട്ട് എന്ന് പറയുന്നതിനോട് എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല. I think our boys and girls, youngsters should be made aware of their, shall I say, their lack of knowledge in this matter. കാലത്തിൻ്റെ ഓട്ടത്തെ അതിജീവിച്ച സംഗീതത്തിൻ്റെ ഒരു ഉദാഹരണമാണ് പൂക്കൾ പനിനീർ പൂക്കൾ എന്ന ഗാനം. എങ്ങനെയാണ് അതിൻ്റെ പിറവി? അനുഭവം എന്ന് വെച്ചാൽ എബ്രിഡ് ഷാ എന്ന് പറയുന്ന ഡയറക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പടമുണ്ട്, എനിക്കൊരു മൂളിപ്പാട്ട് വേണം പറഞ്ഞു. എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയെന്നല്ല, ബിക്കോസ് ഇപ്പോഴത്തെ സ്റ്റൈലിലുള്ള പാട്ടുകളൊന്നും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഐ എം നോട്ട് ദെയർ എന്ന് പറഞ്ഞ് ആശാനെ തള്ളി പുറത്താക്കി. പക്ഷേ പിറ്റേ ദിവസം ആശാൻ വീണ്ടും കയറി വന്നു. ഇല്ല സാറേ, ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ഇലക്ട്രോണിക് സൗണ്ടൊക്കെ കേട്ട് ഞങ്ങൾ ചെവിയൊക്കെ തകർന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ സാധാരണ കൈയും കാലും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന പാടിയ ഇൻസ്ട്രുമെൻ്റൊക്കെ ഉള്ള പാട്ട് വേണം. ഓ, എങ്ങനത്തെ പാട്ടാണ്? ഒരു മൂളിപ്പാട്ട്. എങ്ങനത്തെ മൂള്? ഇങ്ങനെ മതിയോന്ന് ഞാൻ ചോദിച്ചു. ആ, ഇത് മതിയെന്ന്. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ. സത്യത്തിൽ കാലാതീതനായ സംഗീത സംവിധായകനാണ്. എങ്ങനെയാണ് ഈ കാലത്തിൻ്റെ വ്യത്യാസമില്ലാതെ ഒരുപോലെ ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുക? പുതിയതും പഴയതും എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമില്ല. നല്ലതും ചീത്തയുമേ ഉള്ളൂ. ഒരു പാട്ട് നല്ലതാണെങ്കിൽ എ തിങ് ഓഫ് ബ്യൂട്ടി വിൽ ലാസ്റ്റ് ഫോർ എവർ എന്ന് അങ്ങനെ ഒരു ഇംഗ്ലീഷ് ചൊല്ലില്ലേ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരു ഗുഡ് സോങ് വിൽ ലാസ്റ്റ് ഫോർ എവർ. ഇപ്പം നമ്മൾ കൊച്ചുങ്ങളെ പാടി ഉറക്കുന്ന ഒരു എന്താ പറയുക, ഒരു ലല്ലബായ്, അത് എത്ര അമ്മമ്മമാർ എത്ര കൊല്ലമായിട്ട് പാടി അത് പഴയതായിപ്പോയോ? അതിൻ്റെ പ്രസക്തി, അതിൻ്റെ ഭംഗിയോ ഒരിക്കലും അങ്ങനെയില്ലല്ലോ. അപ്പോൾ ഈ പുതുമ പഴമ എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. വി ഷുഡ് ഓൺലി ലുക്ക് ഫോർ നല്ലതും ചീത്തയും. പുതിയ കാല സംഗീതത്തിൽ മെലഡി കുറഞ്ഞു പോകുന്നുവെന്ന് തോന്നാറുണ്ടോ? ഉണ്ട്. മെലഡി കുറഞ്ഞു പോകുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം ലിറിക്സിൽ കഴമ്പില്ലെന്നുള്ളതാണ്. അതായത് ആശയമില്ല. അതെനിക്ക് വേണമെങ്കിൽ ഈ പഴമല ഡുഗുഡി ബഗ്ഗ ഡബ്ബ ജിബ്ബ ജംഗബാട എന്ന് പാടാമായിരുന്നു. അതിലൊന്നുമില്ലല്ലോ. അപ്പം ലാക്ക് ഓഫ് എ ഹ്യൂമൻ തോട്ട്. കവിത വേണം, മെലഡി വേണം, വൃത്തം വേണം, അലങ്കാര ഭാഷ വേണം. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ലക്ഷോപലക്ഷം കൊല്ലം കൊണ്ട് മനുഷ്യ മനസ്സിൽ നിന്ന് ഇതെല്ലാം ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയാണല്ലോ. അതിന് നമ്മൾ വാല്യൂ ചെയ്യാൻ പഠിക്കണമെന്നല്ല.
സംഗീത സംവിധായകൻ നൗഷാദ് സാറുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ഞാൻ നൗഷാദ് സാഹിബിൻ്റെ അസിസ്റ്റൻ്റായിട്ട് 5 കൊല്ലം ബോംബെയിൽ വർക്ക് ചെയ്ത കാലത്ത് എനിക്കൊരു ഉൾബോധമുണ്ടായി. ഇന്ത്യൻ മ്യൂസിക്കും പാശ്ചാത്യ സംഗീതവും കൂടി സമന്വയപ്പെടുത്തുന്നതിന് ഒരു വ്യക്തമായ അറിവ് 2 വശത്തുനിന്നും വേണം. അല്ലാതെ ഇന്ത്യൻ മ്യൂസിക് മാത്രം അറിഞ്ഞിട്ട് കുറച്ച് കോഡ് മാത്രം അറിഞ്ഞാൽ അത് ശരിയാകില്ല. അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ നിശ്ചയിച്ചു, ഇത് യഥാർത്ഥ വെസ്റ്റേൺ മ്യൂസിക് ഒരു വെസ്റ്റേൺ സോഴ്സിൽ നിന്ന് തന്നെ പഠിക്കണം. അങ്ങനെയാണ് US പോകുന്നത്. അങ്ങനെ ഞാൻ US പോകുന്നു. എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ ഏറ്റവും മൂത്ത ചേട്ടൻ കാർമൽ എന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേർത്തു. അവിടെ ഇറ്റ് വാസ് എ യൂണിവേഴ്സിറ്റി റൺ ബൈ നൺസ്, കന്യാസ്ത്രീമാരാണ്. അപ്പോൾ അവർക്ക് എന്നെപ്പറ്റി അറിയാമായിരുന്നു. ഞാൻ അച്ഛനാകാൻ പോയി എന്താ പറയുക, ഞാൻ അച്ഛനാകാനായി പഠിച്ച ആളാണെന്ന് അവർക്കറിയാം. അപ്പോൾ അവർ പറഞ്ഞു, യു ഓൾറെഡി നോ ലോട്ട് ഓഫ് സബ്ജക്ട്സ് വിച്ച് ദി ആവറേജ് അമേരിക്കൻ കോളേജ് സ്റ്റുഡൻസ് ഡു നോട്ട് നോ. അപ്പോൾ അതിലേക്ക് വീണ്ടും സമയം ചെലവഴിച്ച് വേസ്റ്റ് ചെയ്യേണ്ട, അതിന് പകരം കിട്ടുന്ന സമയം മുഴുവൻ മ്യൂസിക്കിലായിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 4 വർഷത്തെ മ്യൂസിക് കോഴ്സ് 2 വർഷം കൊണ്ട് ചെയ്തു. ഒരു കും ലൗദേ എന്ന് വെച്ചാൽ നല്ല നിലവാരത്തോടു കൂടി പാസ്സായി. അങ്ങനെ എനിക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ വെസ്റ്റേൺ മ്യൂസിക് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മെൻറ്ററായിരുന്നത് ഒരു അമേരിക്കൻ നണ്ണായിരുന്നു. ഹെർ നെയിം ഈസ് സിസ്റ്റർ ആലിസ് യൂജീൻ ടൈ എന്നാണ് അത് പേര്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ജെറി, യുവർ ടാലൻറ്റ് നീഡ്സ് എ വെരി ഗുഡ് യൂണിവേഴ്സിറ്റി. It is called, you should not go to these ordinary universities like the state university. You know, in America, 2500 state universities ഉണ്ട്, കോളേജസ് അല്ല, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്. അവിടെയെങ്കിലും പോകരുത്. You should go to special colleges like Columbia, Harvard, Cornell, Stanford, Yale, UCLA എന്നൊക്കെ പറയുന്ന സ്പെഷ്യൽ കോളേജസ് ഉണ്ട്. I call the Ivy League universities. You should apply only to those universities and see what happens. അങ്ങനെ ഞാൻ ഒരു 15 യൂണിവേഴ്സിറ്റികൾക്ക് അങ്ങ് അപ്ലൈ ചെയ്തു. അവരെല്ലാവരും എനിക്ക് അഡ്മിഷൻ തന്നു. ബട്ട് കോർണൽ യൂണിവേഴ്സിറ്റി എനിക്ക് അഡ്മിഷനും തന്നു. അവിടെ ഒരു കുട്ടികളെ മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു ജോലിയും തന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പൈസയും അങ്ങനെ കിട്ടാൻ വഴിയായി. ഐ ഫിനിഷ്ഡ് വിത്ത് എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മ്യൂസിക് കമ്പോസിഷൻ ഫ്രം കോർണൽ യൂണിവേഴ്സിറ്റി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാൾ അവിടെ ഫ്ലഷിംഗ് ന്യൂയോർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടുത്തെ ക്വീൻസ് കോളേജിൽ മ്യൂസിക് പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ അവിടെ അന്നൊരു ഓയിൽ ക്രൈസിസ് വന്നപ്പോൾ ആ ക്വീൻസ് കോളേജിലേക്ക് പൈസ കിട്ടിയിരുന്നത് ന്യൂയോർക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് പൈസ പോയി ഈ ഓയിൽ ക്രൈസിസ് വന്നപ്പോൾ. അവരൊരു ദിവസം വന്നിട്ട് ഞങ്ങൾ പഠിപ്പിക്കാമെന്ന് എല്ലാവരോടും പറയണം, ബോയ്സ്, we have run out of money, so from tomorrow onwards don't come to teach. Just like that. കൊടിപിടുത്തമില്ല, വടിപിടുത്തമില്ല, ഒന്നും ജയവിളിയില്ല, ഒന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഐ ഹാവ് ടു ലിവ്. അപ്പോൾ കൊച്ചുങ്ങളെ വീടുകളിൽ പോയി പിയാനോ പഠിപ്പിക്കാൻ. അങ്ങനെ ഞാൻ കുറച്ച് നാൾ അത് ചെയ്യാൻ തുടങ്ങി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഞാൻ അമേരിക്കയിൽ വന്ന് ഇത് ചെയ്യാനല്ല. എൻ്റെ ചിന്ത ഇന്ത്യൻ മ്യൂസിക്കും വെസ്റ്റേൺ മ്യൂസിക്കും കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് നല്ല സിനിമാ പാട്ടുകൾ ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ചേട്ടനോട് ഗുഡ് ബൈ പറഞ്ഞ് ഞാൻ 1980 തിരിച്ചു വന്നു. കാലത്തെ അതിജീവിച്ച് സംഗീത സബരിയുമായി മുന്നോട്ട് പോകുന്ന ജെറി മാഷ് ഇനിയും ഒരുപാട് കാലം നമുക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് ഈ ഈസ്റ്റർ ദിനത്തിൽ ആശംസിക്കാം. നന്ദി, നമസ്കാരം. താങ്ക് യു.